മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് സഹോദരൻ ബാബു കൊച്ചുകുഞ്ഞ് ബഹറിൻ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയ്ക്കായിട്ട് ഒരു വേദവാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സെഖര്യാ പ്രവചനം 9-ാം അധ്യായം 11-ാം വാക്യം. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. ഇന്നത്തെ നമ്മുടെ ആരാധനയ്ക്കും ധ്യാനത്തിനുമായി ദൈവാത്മാവ് നൽകുന്ന വലിയൊരു വാഗ്ദത്തമാണിത്. ഈ വചനത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച വലിയൊരു പ്രത്യാശയുടെ വാക്കുകളുണ്ടല്ലോ. ഈ വാക്യത്തിലെ ചില വാക്കുകൾ വളരെയധികം ഹൃദയസ്പർശിയായിട്ട് നമുക്ക് തോന്നുവാൻ ഇടയാകും. യേശുക്രിസ്തുവിൻ്റെ നിയമരക്തം, വെള്ളമില്ലാത്ത കുഴിയിൽ കിടന്ന ബദ്ധന്മാരെ വിട്ടയക്കുന്ന കർത്താവിൻ്റെ കൃപ, ഇതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് ധ്യാനിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വെള്ളമില്ലാത്ത കുഴി എന്നത് പാപിയായ രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യൻ്റെ സ്വാഭാവിക അവസ്ഥയാണ് കാണിക്കുന്നത്. പുരാതന കാലത്ത് തടവുകാരെ പാർപ്പിച്ചിരുന്ന ഇരുണ്ടതും ശൂന്യമായ കുഴികളാണ് ഇത്. അവിടെ വെള്ളമില്ല. അതായത് മനുഷ്യന് ആശ്വാസം നൽകാൻ കഴിയുന്ന ദൈവകൃപയോ സമാധാനമോ പ്രത്യാശയോ അവിടെ ഇല്ല. പാപം മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് തികച്ചും അസ്വസ്ഥത നിറഞ്ഞതും നശീകരണത്തിൻ്റേതുമായ ഈ കുഴിയിലാണ്. സ്വന്തം പ്രയത്നത്താൽ ഈ കുഴിയിൽ നിന്ന് ഒരിക്കലും രക്ഷിക്കപ്പെടുവാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. ജോസഫിനെ സഹോദരന്മാർ ഇട്ടതും യിരെമ്യാ പ്രവാചകനെ ശത്രുക്കൾ കൊണ്ടിട്ടതും ഇതുപോലെയുള്ള വെള്ളമില്ലാത്ത കുഴിയിലായിരുന്നു. നമ്മൾ 40-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സ്വയപ്രയത്നത്താൽ നമുക്ക് ഒരിക്കലും ഇവിടെ നിന്ന് കരകയറുവാൻ സാധിക്കാതെ ഇരിക്കുമ്പോൾ നമ്മളെ അവിടെ നിന്ന് രക്ഷിക്കുവാൻ നമുക്കൊരു രക്ഷകൻ്റെ ആവശ്യം ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ധ്യാനിക്കാം. നാം കുഴിയിൽ കിടക്കുന്നത് കൂടാതെ നമ്മൾ ഈ വേദവാക്യത്തിൽ വായിച്ചത് നാം തടവുകാർ അല്ലെങ്കിൽ ബദ്ധന്മാരാണ്, പ്രിസണേഴ്സാണ്. യേശുക്രിസ്തുവിൻ്റെ കൃപ ലഭിക്കുന്നതിന് മുമ്പേ മനുഷ്യൻ പാപത്തിൻ്റെയും സാത്താൻ്റെയും അടിമത്തത്തിലായിരുന്നു. ദൈവത്തിൻ്റെ ന്യായവിധിക്കായി കാത്തിരിക്കുന്ന അവസ്ഥയായിരുന്നു ഒരു മനുഷ്യൻ്റേത്. എഫേസ്യ ലേഖനം 2:1 പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തു യേശുവിലൂടെ ഉയർപ്പിച്ചു. തടവുകാരൻ ഒരിക്കലും സ്വയമേവ അവൻ്റെ തടവിൽ നിന്ന് പുറത്തു വരുവാൻ കഴിവില്ലാതിരുന്നതുപോലെ മനുഷ്യരുടെ പാപ അവസ്ഥയിൽ നിന്ന് അവർക്കൊരിക്കലും പുറത്തു വരുവാൻ കഴിയുകയില്ല. ഈ അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാനാണ് രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. വിടുതലിനുള്ള ഏക മാർഗം ക്രിസ്തുവിൻ്റെ ഉടമ്പടിയുടെ രക്തം മാത്രമായിരുന്നു. ദ ബ്ലഡ് ഓഫ് ദ കവനന്റ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയും. നമുക്ക് നമ്മുടെ സൽപ്രവർത്തികൾ മൂലമോ യോഗ്യത മൂലമോ അല്ല ദൈവം പാപികളായ നമ്മളെ രക്ഷിച്ചത്. പ്രത്യുത ക്രിസ്തുവിൻ്റെ ഉടമ്പടിയുടെ രക്തത്താൽ മാത്രമാണ് നമുക്ക് വിടുതലുള്ളത്. ദൈവം മനുഷ്യനുമായി ചെയ്ത കൃപയുടെ ഉടമ്പടിയുടെ ശാശ്വതമായ മുദ്രയാണ് കാൽവരി ക്രൂശിൽ ചൊരിയപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം. ആ രക്തം ദൈവത്തിൻ്റെ നീതിയെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാവുകയും ചെയ്തു. പാപിയോടുള്ള ദൈവത്തിൻ്റെ കരുണ പുറപ്പെട്ടു വരുന്നത് ഈ രക്തം നിമിത്തം ആണല്ലോ. യേശു ക്രിസ്തുവിൻ്റെ രക്തം മൂലം ഉണ്ടായ പുതിയ ഉടമ്പടിയെക്കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ പല വാക്യത്തിലും വായിക്കുന്നുണ്ടല്ലോ. മത്തായി 26:28
ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതുപോലെ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഇത് നിത്യനിയമം എന്നുള്ള നിലയിലാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അത് എബ്രായ ലേഖനം 13:20 നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. അതിൻ്റെ 9:14 നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എബ്രായ ലേഖനം 10:29 നമ്മെ ശുദ്ധീകരിച്ച നിയമരക്തം എന്നും നാം അവിടെ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 9:22 നാം വായിക്കുന്നത് ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിയാതെ വിമോചനമില്ല എന്നും അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ നാം ദൈവത്തിൻ്റെ പ്രവൃത്തിയും കാണുന്നല്ലോ. വെള്ളമില്ലാത്ത കുഴിയിൽ കിടക്കുന്ന പാപിയായ മനുഷ്യനെ യേശുക്രിസ്തുവിൻ്റെ നിയമരക്തത്താൽ വിട്ടയക്കുന്നു അവൻ്റെ ആ അവസ്ഥയിൽ നിന്ന്. ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മളെ ആ അവസ്ഥയിൽ നിന്ന് വിട്ടയക്കുന്നത്. എഫെസ്യ ലേഖനം 1:7 നാം ഇങ്ങനെ വായിക്കുന്നു, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഞാൻ നിന്റെ ബദ്ധന്മാരെ ഈ കുഴിയിൽ നിന്ന് വിട്ടയക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു നമുക്ക് സൗജന്യമായി നൽകി തന്ന ഒരു രക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച രക്ഷയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. രക്ഷ എന്നുള്ളത് പൂർണ്ണമായും ദൈവത്തിൻ്റെ ദാനമാണല്ലോ. എഫെസ്യ ലേഖനം 2:8 നാം വായിക്കുന്ന, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. നമ്മോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ നാം ആ വെള്ളമില്ലാത്ത കുഴിയിൽ കിടന്ന് നശിച്ചു പോകേണ്ടവരായിരുന്നു. നമുക്ക് സ്വയം രക്ഷപ്പെടുവാൻ യാതൊരു വഴിയും നമ്മുടെ മുമ്പിൽ ഇല്ലായിരുന്നു. എന്നാൽ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ ഉടമ്പടിയുടെ രക്തം കണ്ട് ദൈവം നമ്മെ ആ ഇരുണ്ട കുഴിയിൽ നിന്ന് വലിച്ചെടുത്തു. നമ്മളെ ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ദൈവത്തിന് മഹത്വം. നമ്മുടെ ബുദ്ധിയോ നമ്മുടെ കഴിവോ അല്ല, മറിച്ച് ആ വിലയേറിയ രക്തം മാത്രമാണ് നമുക്ക് നിത്യജീവൻ നൽകിത്തരുവാൻ ആധാരമായി തീർന്നത്. അതുകൊണ്ട് ഇന്ന് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മെ പാപത്തിൻ്റെ കുഴിയിൽ നിന്നും വിടുവിച്ച യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെയും ദൈവത്തിൻ്റെ അളവറ്റ കൃപയെയും ഓർത്ത് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് നമുക്ക് പറയാം, കർത്താവെ, കുഴിയിൽ കിടന്ന പ്രിസണറായ ബദ്ധനായിരുന്ന അല്ലെങ്കിൽ തടവുകാരനായിരുന്ന എന്നെ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് നൽകി തന്ന ഈ വലിയവനായ ദൈവത്തെ ഈ പ്രഭാതത്തിൽ ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ വിലയേറിയ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.